മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നോക്കൂ, ഇന്നിപ്പോൾ നമ്മുടെ പവർ, മനുഷ്യൻ്റെ പവർ, ഇപ്പം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പോലും, ഈവൻ സോണിയാഗാന്ധി പോലും മുട്ടുകുത്തിപ്പോയി ആ ഒരു പെൺകുട്ടിയുടെ മരണത്തോടുകൂടി. ഉണ്ടോ? കുട്ടികൾ കാര്യം കയ്യിലെടുക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് പേടിയായി കാര്യം. അപ്പോൾ വേണമെന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും സമൂഹത്തിൻ്റെ ചിന്തകളെ മാറ്റം വരുത്താൻ സാധിക്കും. അതിപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയത് കൊണ്ടല്ലേ. എല്ലാ കുട്ടികളും വിചാരിക്കുക നമ്മളെന്തിനാ പോണത്, ആ കുട്ടിയുടെ ജീവിതം പോയി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലാണെങ്കിൽ ആളുകൾ ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് ഇറങ്ങി. കാരണം നമ്മൾ കണ്ടു, ഈ പാലക്കാടിനടുത്ത് ഷൊർണൂരിലൊരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടുണ്ട്. എത്ര പേര് റോട്ടിലേക്ക് ഇറങ്ങി? നമ്മൾ ആരെങ്കിലും ഇറങ്ങിയോ? ഉണ്ടോ ഇല്ലയോ? ട്രെയിനിൽ നിന്ന് ഒരു കുട്ടിയെ തള്ളിയിട്ട് ആ കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നില്ലേ? ആരെങ്കിലും ഇറങ്ങിയോ അതിന് വേണ്ടിയിട്ട്? അതാണ്. നോക്കൂ നിങ്ങൾ, ഒരുപക്ഷെ അത് ഉത്തരേന്ത്യയിലായതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. ആ കുട്ടി വളരെ ധീരവനിതയായി തീർന്നു. ഒരുപക്ഷെ കേരളത്തിലാണെങ്കിൽ ആസ് യൂഷ്വൽ പേപ്പറിൻ്റെ 4-ാമത്തെ 5-ാമത്തെ കോളത്തിലൊരു ന്യൂസ് വരും. കുറച്ച് ദിവസം വലിയ പ്രകടനങ്ങളൊക്കെ ഉണ്ടാക്കും ആളുകൾ. 6-ാമത്തെ ദിവസം അതും കഴിഞ്ഞു. എല്ലാം കാലം അതിൻ്റെ ഇടയിൽ മാഞ്ഞുപോയി. അപ്പോൾ ഒരു പ്രൊഡക്റ്റീവായിട്ടൊരു ജീവിതം, ഇതൊക്കെ ഒരു മനുഷ്യ മനസ്സിന് സാധ്യമാണ്, പോസിബിളാണ് എന്ന് കണ്ടെത്തിയവരാണ് ഋഷീശ്വരന്മാർ. അങ്ങനെ നമ്മൾ ജീവിച്ചില്ലെങ്കിൽ, നമ്മൾ സമൂഹം ജീവിക്കുന്ന അതേപോലെ ആ ഒഴുക്കിൽ ജീവിച്ച് എല്ലാ പാറ്റകളും തീയിലേക്ക് പോകുമ്പോൾ അത് കാണുന്ന മറ്റൊരു പാറ്റയും തീയിലേക്ക് പോകും. എന്ത് കാര്യമുണ്ട്? മനസ്സിലായില്ലേ? മുമ്പേ ഗമിച്ചീടിന ഗോവു തൻ്റെ പിമ്പേ ഗമിക്കും ബഹുകോക്കളല്ല. രണ്ട് എക്സ്ട്രീമാണ് ആളുകൾ. ഒരു കാരണവരും അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥനും. പഴയ കാലത്ത് കാര്യസ്ഥന്മാരെ കൊണ്ടല്ലേ പോവുക ഒരു സ്ഥലത്തേക്ക്. പിറന്നാൾ സദ്യ ഉണ്ണാൻ പോകുന്ന വഴിക്ക് ഒരു ഇടവഴിയിലൂടെ പോകണം. അവിടെയാണെങ്കിൽ ആ ഇടവഴിയോട് ചേർന്നുള്ള വീട്ടിൽ മത്സ്യം വറക്കുന്ന വാസന ഈ ഇടവഴിയിലേക്ക് വല്ലാതെ വരുന്നു. ഈ വാസന തട്ടിയതും, കാരണം അവർ നല്ല വെജിറ്റേറിയനാണ്, ഇദ്ദേഹത്തിന് ആ വാസന തട്ടിയതും മൂക്ക് പിടിച്ചു. അപ്പം പണ്ടത്തെ കാലത്ത് കാരണവന്മാരെന്തെങ്കിലും ചെയ്താൽ അതെല്ലാം കാര്യസ്ഥനും ചെയ്തോളാം. കാര്യസ്ഥന് മൂക്ക് പിടിച്ചു, കാരണം അവർ പിടിച്ചതല്ലേ. അപ്പം ഈ കാരണവർക്കൊരു സംശയം. കാര്യസ്ഥനോട് ചോദിച്ചു, എടോ രാമ, താനെന്തിനാ മൂക്ക് പിടിച്ചതെന്ന്. ഉടനെ രാമൻ ചോദിച്ചു, അങ്ങൊന്ന് എന്തിനാ പിടിച്ചത് എന്ന്. പറഞ്ഞു, ഞാൻ എന്തിനാ പിടിച്ചതെന്ന് ചോദിച്ചാൽ ആ വൃത്തികെട്ട നാറ്റം കയറാണ്ടിരിക്കാൻ. നീ പിടിച്ചതോന്ന് കയറിയ നാറ്റം പോവാണ്ടിരിക്കാൻ. ഒരാൾക്ക് നാറ്റം കയറാതിരിക്കുന്നതിനാണ് ഇഷ്ടം, വേറൊരാൾക്ക് കയറിയത് പോവാതിരിക്കുന്നതിനാണ് താല്പര്യം. ഇതാണ് സമൂഹം. രണ്ട് എക്സ്ട്രീമാണ്. ഒന്നുകിൽ കഴുതകളെ പോലെ പോവുക, അല്ലെങ്കിൽ ഒന്നിനും പോവാതിരിക്കുക. രണ്ട് തലത്തിലാണ് മനുഷ്യനിരിക്കുന്നത്. അപ്പം ഇവിടെയാണ് ഭഗവാൻ വേദവ്യാസ മഹർഷി പറയുന്നത്, ഒരു പാറ്റയെപ്പോലെ ഒരിക്കലും ജീവിക്കരുത്. പാറ്റയെപ്പോലെ ജീവിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം, അതിൻ്റെ മുമ്പത്തെ വർഷം ശബരിമലയിൽ 120 ആളുകൾ ചവിട്ടി കൊല്ലപ്പെട്ടത്. ഒരു അയ്യപ്പസ്വാമിയും അവരെ രക്ഷിക്കാൻ വന്നില്ല. ഉണ്ടോ? തിരുവാഭരണമൊക്കെ തൊഴുത്, തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ തൊഴുത് അവർ പുറപ്പെടുമ്പോഴല്ലേ വഴിയിൽ വെച്ച് ചവിട്ടിയത്. ഒരാളുടെ പിന്നാലെ ഓടുക. അല്പം വിവേകമുണ്ടെങ്കിൽ ഒന്നങ്ങടെ മാറി നിന്നാൽ മതി. ആ മാറി നിൽക്കാനുള്ള ബുദ്ധി വരണ്ടേ ആ സമയത്ത്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്കങ്ങനെ വിവേകം വരില്ല എന്ന് കണ്ടിട്ടാണ് ഇവർ കയറൊക്കെ എടുത്ത് കെട്ടുന്നത്. കാരണം നിങ്ങൾക്ക് സമയവും സന്ദർഭമാകുമ്പം ചിലപ്പോൾ തോന്നി, എന്തിനാ ഈ കയറൊക്കെ കെട്ടിയത്, പശുക്കളാണോ ഇവർ എന്നുള്ളത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ പശുക്കളേക്കാൾ മോശമാവും. പശുക്കളെ ഒന്നിൻ്റെ പുറകിലേ നിൽക്കുള്ളൂ, മനുഷ്യനല്ല ഒന്നിൻ്റെ മുകളിലൊരുത്ത് നിൽക്കും. കാളിയ മർദ്ദന ലീലയൊക്കെയാണ്. കാരണം നമുക്ക് മഹാബലിയുടെ കഥയൊക്കെ നല്ലോണം അറിയാം. വാമനമൂർത്തി മഹാബലിയുടെ മുകളിൽ കയറി നിൽക്കുന്ന പോലെ ആ ഗുരുവായൂരൊക്കെ നോക്കൂ നിങ്ങൾ. ആളുകൾ തൊഴാൻ നിൽക്കുമ്പോൾ ഒരുത്തിൻ്റെ പുറത്ത് കയറിയിട്ടാണ് മറ്റവൻ തൊഴുന്നത്. എന്നിട്ട് പറയുന്നതോ, ഗുരുവായൂരപ്പ എന്നെ മാത്രം രക്ഷിക്കണേ, എന്നാൽ പാവത്തിനും കൂടി വേണ്ടി പറഞ്ഞുകൂടുമെന്ന്. കാരണം അയാളുടെ പുറത്ത് കയറിയിട്ടാണ് പറയുന്നത്, എന്നെ മാത്രം രക്ഷിക്കണേ എന്ന്. ചിലരാണെങ്കിൽ എന്നെ, എൻ്റെ കെട്ടിയോളോ ഓളോ കുട്ടിയോളോ ഒക്കെ രക്ഷിച്ചോളൂ, വേറെ ആരെയും രക്ഷിക്കേണ്ട കാര്യമില്ല. ഈ രീതിയിലൊക്കെ ഉള്ള ഒരു എന്താ പറയുക, ഒരു പൊതു മനസ്സ്, എല്ലാവരുടെയും മനസ്സ്, അതൊരു അംശം നമ്മളിലുണ്ട്. അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. പക്ഷേ പെട്ടെന്നൊന്നും വരില്ല, അത് ടേക്ക് ടൈം. അതുകൊണ്ടാണ് പലയിടത്തും ഇടിയും കുത്തും തള്ളും ഒക്കെ വരുന്നത്. മനസ്സിലായില്ലേ? ഇടിക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നാൽ മതി, അവർ ഇടിക്കട്ടെ എന്ന് വെച്ചാൽ മതി. ഒരു പക്ഷിയുടെ കഥ പറയും. ഒരു പക്ഷിക്ക് മത്സ്യം കിട്ടും. എല്ലാ പക്ഷികളും അതിൻ്റെ പിന്നാലെ പറക്കും അത്രേ. ഒരു കാക്കയ്ക്കൊരു മത്സ്യം കിട്ടും.
പരുന്തുകൾ ഇതിൻ്റെ പിന്നാലെ പോകും. ഈ പരുന്ത് തൻ്റെ പിന്നാലെ വരുന്നത് കണ്ടപ്പോൾ കാക്കയ്ക്ക് മനസ്സിലായി ഇവർ എൻ്റെ പിന്നിലല്ല വരുന്നത്, എൻ്റെ ചുണ്ടിലിരിക്കുന്ന മത്സ്യത്തിൻ്റെ പിന്നിലാണ്. ഇത് മനസ്സിലാക്കിയതും പക്ഷി മത്സ്യത്തെ താഴേക്കിട്ടു. പരുന്തുകൾ വാവ അതിൻ്റെ പാട്ടിൽ പോയി. ഇതുപോലെ നിങ്ങൾ തിക്കും തിരക്കും വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. എല്ലാ പരുന്തുകളും വരുന്നത് ഇടിക്കാനാണ്. ഞാനൊന്ന് മാറി നിന്നേക്കാൻ. ആ ബുദ്ധി നമുക്ക് വരുന്നില്ല. അങ്ങനെ വിട്ടുകൊടുക്കുമോ? ഞാൻ കല്യാണിയാണെങ്കിൽ വിട്ടുകൊടുക്കണ പ്രശ്നമില്ല. നമ്മൾ മുട്ട ഒന്നുകൂടി മടക്കി എന്നെ കുത്തി നീ ആരാന്നാണ് നമ്മൾ അങ്ങോട്ട് കയറി ഇടിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഇടിക്ക് ഒന്നുകൂടി ഒരു ശക്തി. കാരണം നമ്മൾ കേരളത്തിൽ ജനിച്ചവരാണ്. ധീര ധീര നേതാവേ ധീരതയോടെ നയിച്ചോളൂ എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കണ പ്രശ്നമില്ല. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടു കളിച്ചാൽ 10 ഞങ്ങൾ തിരിച്ചടിക്കുന്നില്ല. ഈ തരം ഒരു രാഷ്ട്രീയ സംസ്കാരം നമ്മളിലുണ്ട്. ഒന്ന് മാറി നിന്നാൽ എന്താ ഒരു പ്രശ്നമുള്ളത്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? വെറുതെ ഇടി കൊള്ളേണ്ട കാര്യമില്ല. എൻ്റെ ഹാർട്ട് ഇത്തിരി വീക്കാണ്, ഞാൻ എന്തിനാ ഇടിക്ക് പോണത്? ഈ ഹാർട്ട് വീക്കായാലും കിഡ്നി വീക്കായാലല്ലോ, ഇടി കൂടുന്ന സമയത്തൊക്കെ മറക്കും. ഹാർട്ട് ഉണ്ടെന്ന് പോലും അറിയില്ല അവർക്ക്. എന്നാലും ഇടി വിട്ടുകൊടുക്കില്ല. സ്വാമി അങ്ങനെയൊന്നും ഞാൻ വിട്ടുകൊടുക്കണ പ്രശ്നമില്ല എന്ന്. അതാണ് ചിലർക്ക് ആ പ്രതികാരം വിട്ടുപോകുന്നില്ല മനസ്സിൽ നിന്ന്. മനസ്സിലാവുണ്ടോ? ഭാര്യയും ഭർത്താവും എന്നും വീട്ടിൽ വഴക്ക്. അവസാനം ഭാര്യ മിണ്ടണത് നിർത്തി ഇദ്ദേഹത്തിനോട്. എപ്പോഴും ഭർത്താവ് ഭാര്യയെ കുറ്റം പറയും. നീ കൊള്ളില്ലടി, നീ അങ്ങനെയാണ്, നിനക്ക് ഭ്രാന്താണ്, വട്ടാണ്, മറ്റതാണ്. ഭാര്യയ്ക്ക് മനസ്സിലായി ഇനി രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. മുനിസിപ്പൽ ഗ്രൗണ്ടിൽ പോയി ഭാഗവത സപ്താഹമൊക്കെ കേൾക്കുക. സച്ചിദാനന്ദ രൂപായ വിശോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണൻ. അവസാനം ഭർത്താവ് എല്ലാവരോടും പറഞ്ഞു, എൻ്റെ ഭാര്യ മാധവിക്ക് വട്ടാണെന്ന്. കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് 1.5 മണിക്കൂർ അങ്ങോട്ട് പറഞ്ഞു. ഇവൾ പണ്ടൊക്കെ എത്ര വർത്തമാനം പറയുന്നു, കുടുംബകാര്യം പറയും, ആ കാര്യം പറയും, വീട്ടിലെന്തിനാ കറിവേപ്പില വാങ്ങിച്ച കാര്യം പോലും പറയും. ഇന്നൊരു കാര്യവും പറയില്ല. എന്ത് ചോദിച്ചാലും പറയും ജന്മാദ്യസ്യ യതുന്വയാതിരതച്ച അർത്ഥേഷ വിജ്ഞസ്വരാൻ. എൻ്റെ ഭാര്യയ്ക്ക് എന്താ പറ്റി? ചില സ്വാമിമാരെന്തോ കൊടുത്തിരിക്കണോ തോന്നണോ. ഭാര്യയുടെ കുറ്റങ്ങൾ അങ്ങനെ പറഞ്ഞ് 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 ഇതൊക്കെ കഴിഞ്ഞ് പറഞ്ഞു, ഭ്രാന്തിൻ്റെ ലക്ഷണമാണ് ഡോക്ടർ. കുറച്ച് ദിവസമായി ഞാനിങ്ങനെ നോക്കണം, ഇടയ്ക്കിടയ്ക്കൊക്കെ അവൾക്ക് ഭ്രാന്ത് വരുന്നുണ്ടോ സംശയം, ഒന്ന് അവളെ ചികിത്സിക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന്. പറഞ്ഞു, ഇതൊക്കെയാണ് ഇയാളുടെ ലക്ഷണങ്ങൾ എന്ന് മനസ്സിലാക്കോളൂ എന്ന്. ഇപ്പം ഡോക്ടർക്ക് സംശയം, ഇതിലാരാ ഇപ്പം രോഗി എന്നുള്ളത്, ഭാര്യയാണോ അതോ ഭർത്താവാണോ എന്ന്. വെറുതെ സമയം കളയരുത്. നിങ്ങൾ മറ്റുള്ളവരെ നോക്കി മറ്റുള്ളവർ ജീവിക്കുന്ന പോലെയൊന്നും ജീവിച്ച് സമയം കളയരുത്. അവനവനെ ഉയർത്താൻ കിട്ടിയ അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക. ചിലരൊക്കെ എത്ര ഭാഗ്യവാന്മാരാ നോക്കൂ. ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്നവരുണ്ട്, റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്നവരുണ്ട്. ഉണ്ടോ? അവർക്കൊക്കെ വേണമെങ്കിൽ രക്ഷപ്പെടാൻ എത്ര വഴിയുണ്ട്. കുറച്ച് നേരമൊക്കെ ഇരുന്ന് മെനക്കെടേ വേണ്ടു. ആ സമയത്ത് ഇല്ലാത്ത മാഗസിനും ഇരുന്ന് വായിച്ച് ബാക്കിയുള്ള സമയം സീരിയലും കണ്ട് ഉച്ചയ്ക്ക് രാത്രി 11 മണിയുടെ സിനിമയും കൂടെ കണ്ട് ഈ രീതിയിലൊക്കെ ജീവിക്കാൻ തുടങ്ങിയാൽ അത്രയൊക്കെ നിങ്ങൾക്കൊരു മനസ്സും ഉണ്ടാവും. പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഈ മനസ്സിനെ നശിപ്പിക്കാൻ മരണത്തിന് സാധ്യമല്ല. മരണമെന്ന് പറയുന്നത് തന്നെ ശരീരവും മനസ്സും വേർപിരിയും. മനസ്സ് മണ്ണിലേക്ക് പോവില്ല, ശരീരം മാത്രമേ മണ്ണിലേക്ക് പോകൂ. മനസ്സ് മറ്റൊരു ശരീരത്തിൽ പോയി ഒരു സ്പേം, ഒരു ബീജമായി മാറും. വീണ്ടും അടുത്ത ഒരു ശരീരത്തിന് വേണ്ടിയുള്ള യാത്ര പുറപ്പെടും. ഇതേ സംസ്കാരങ്ങളായിട്ട്, ഈ സംസ്കാരങ്ങളായി തന്നെ നമുക്ക് പുനർജനിക്കേണ്ടി വരും. എന്തിന് നമുക്ക് അങ്ങനെയൊരു ഇതേ സംസ്കാരങ്ങളിലൂടെ ജനിക്കണം? ഭഗവാൻ പറഞ്ഞതുപോലെ ഓരോ ജന്മങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കുറേയൊക്കെ മാനസികമായി ഉയർന്നുയർന്ന് മനസ്സിനെ ഉയർത്തി ജീവിച്ചൂടെ? നഹി കല്യാണക ദുർഗതിം താതക ചതി. ഒരു ദുർഗതിയില്ലാത്ത രീതിയിൽ പോയിക്കൂടെ? വേണോ വേണ്ടയോ? ഈ രീതിയിൽ മനസ്സിനെ ഉയർത്തണമെങ്കിൽ ഒരു പാറ്റയെ പോലെ ഒരിക്കലും ജീവിക്കരുത്. നാലാമത്തത് അപ്പം എത്ര പറഞ്ഞപ്പോൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ശബ്ദം പറഞ്ഞു, മാനിൻ്റെ കാര്യം പറഞ്ഞു, സ്പർശം ആനയുടെ പറഞ്ഞു, രൂപം പാറ്റയുടെ പറഞ്ഞു. നാലാമത്താണ് രസം, മത്സ്യം. മത്സ്യം അതുപോലെ ജീവിക്കരുത്. ഈ മത്സ്യത്തിൻ്റെ പ്രത്യേകത രസം.
ടേസ്റ്റ്. അപ്പം അത് ഇരയെ കാണുമ്പോൾ അത് ചെന്ന് വിഴുങ്ങണമെന്നാണ്. ആ വിഴുങ്ങുന്ന സമയത്ത് പാവം മത്സ്യം അറിയുന്നില്ല ആ ഇരയുടെ ഉള്ളിലൊരു ഇരുമ്പ് കൊളുത്തുള്ളത്. ഈ മുക്കുവന്മാർ മത്സ്യം പിടിക്കുമ്പോൾ ചൂണ്ടയിട്ട് മത്സ്യം പിടിക്കുമ്പോൾ ആ ചൂണ്ടയിലൊരു ഇരുമ്പ് കൊളുത്തുള്ളത് ആര് കാണില്ല? ഇതേപോലെ നമ്മൾ നാവ് അപകടത്തിലാക്കുന്നത് അറിയുന്നില്ല. എന്താണ് ഈ നാവിൻ്റെ അപകടം? ഒന്നത് ആഹാരത്തിലൂടെ അപകടമുണ്ടാക്കും, രണ്ടത് സംസാരത്തിലൂടെ അപകടം ഉണ്ടാക്കും. ആഹാരത്തിലും ഒരു ശ്രദ്ധ വയ്ക്കണം എന്നാണ്. എന്താണ് ആഹാരത്തിൽ ശ്രദ്ധ വയ്ക്കേണ്ടത്? കഴിയുന്നത്ര നമ്മൾ സാത്വികമായൊരു, ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, രജോ ഗുണമുണ്ടാക്കുന്ന ആഹാരാദികളെയൊക്കെ വർജിക്കുക. ഈ ആഹാരത്തിന് മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പം കൂടുതൽ നിങ്ങൾ മുളക്, ഉള്ളി തുടങ്ങിയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ അതൊക്കെ മനസ്സിനെ പ്രത്യേകിച്ച് വികാരാത്മകമാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ദേഷ്യം, പെട്ടെന്ന് പലർക്കും ദേഷ്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്തത്. കഴിയുന്നതും ഇത്തരം ആഹാരാദികളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവന്ന്, മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഭഗവാൻ കൃഷ്ണൻ 17-ാം അധ്യായത്തിൽ ഗീതയിൽ ആഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയും സാത്വികാഹാരം, രാജസികാഹാരം, താമസിക ആഹാരം, താമസാഹാരം. അപ്പോൾ ഭഗവാൻ 3 തരത്തിലുള്ള ആഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഏത് കഴിക്കാൻ പരിശീലിക്കണം? സാത്വികമായത്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, നോൺ വെജിറ്റേറിയൻ കഴിയുന്നതും കൊടുക്കരുത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, നോൺ വെജ് കൊടുക്കുന്നത് ഇന്നൊരു മാരക വിഷമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചിക്കനൊക്കെ കൊടുക്കുന്നവർ ശ്രദ്ധിക്കൂ, അത് മുഴുവൻ ഹോർമോണിൽ കുത്തിവെക്കുന്നതാണ്. പല കുട്ടികൾക്കുണ്ടല്ലോ ബാലൻസ് തെറ്റും ഹോർമോൺ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. പ്രകൃതി നമ്മളിൽ ഒരു ഹോർമോൺ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ അത് പിന്നീടുണ്ടാക്കുന്ന ഭവിഷ്യത്തുക്കൾ വളരെ വലുതായിരിക്കും. നിങ്ങൾക്കറിയോ, ഇന്നത്തെ ഈ എന്താ പറയുക, ബോയിലർ ചിക്കൻ എന്നൊക്കെ പറയുന്നത്, ഒരു കോഴിയെ 41 ദിവസം കൊണ്ട് പൂർണ്ണമാക്കുന്നതാണ് ഈ ബോയിലർ ചിക്കൻ. 41ാമത്തെ ദിവസമാവുമ്പോൾ ആ കോഴി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും, ഹാർട്ട് ഫെയിലിയർ വന്ന് മരിക്കും. 41 ദിവസം കഴിഞ്ഞാൽ അതിന് ജീവിതമില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ വേഗം ഇവർ മാർക്കറ്റിലേക്ക് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? ഇത്തരത്തിലുള്ള കോഴികളെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ മാംസം കഴിച്ചു കഴിഞ്ഞാൽ അമിതമായ ഹോർമോൺ കുത്തിവെച്ചിട്ടുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് തെറ്റും. പലരും അത് അറിയുന്നില്ല. നമ്മുടെ കുട്ടികൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കും. ഇറ്റ്സ് സോ ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ അവയർനെസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അമേരിക്കയിലൊക്കെ പോകുന്ന സമയത്ത് പലരും പറയാറുണ്ട്, സ്വാമി ഒരു 10 കൊല്ലം മുമ്പുള്ള അവസ്ഥയല്ല ഇന്ന് അമേരിക്കയിൽ വെജിറ്റബിൾ റെസ്റ്റോറൻറ്റ് ഇഷ്ടംമാതിരിയാണ്. ഞാൻ കുറേ ലോങ് ജേണിയൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഭക്ഷണം കരുതാൻ പറയും. അപ്പോൾ അവർ പറയും വേണ്ട കാര്യമില്ല, ഇന്നിപ്പോൾ എവിടെ പോയാലും വെജിറ്റബിൾ ഫുഡ് കിട്ടും. ഒരു 10 കൊല്ലം മുമ്പ് അമേരിക്കക്കാർക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്നിപ്പോൾ അവർ വെജിറ്റേറിയനിസത്തിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കും. മാരക രോഗങ്ങൾ ക്രമേണ നോക്കൂ നിങ്ങൾ. ഈവൻ അറബ് രാജ്യങ്ങളിൽ തന്നെ അവർക്ക് നോൺ വെജ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നിപ്പോൾ അവരും ക്രമേണ പക്ഷേ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ചിക്കൻ ഉപയോഗിക്കുന്ന അത്ര ആളുകൾ ഇവിടെയാണ്. പക്ഷേ ഒരു തരത്തിലും നമ്മൾ കുട്ടികളോട് പറയണം ഇത് കഴിക്കരുത്. പിന്നെ മറ്റുള്ള നോൺ വെജുകളും, നോൺ വെജ് എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, ഈവൻ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മൃഗങ്ങളെയൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ, പശുക്കളെയൊക്കെ, ഇവർ ഈ പശുക്കൾക്ക് ദാഹം വരാതിരിക്കാൻ ഇതിൻ്റെ ലിവർ ഫെയിലിയർ ആക്കുന്നൊരു ഇഞ്ചക്ഷൻ കൊടുക്കത്രേ. അപ്പോൾ അതിന് മണിക്കൂറുകളോളം ഇങ്ങനെ ദാഹം പോലും അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലിരിക്കുകയാണ്. അതിനൊക്കെയുള്ള മാരക വിഷങ്ങൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഇതൊക്കെ കുത്തിവെച്ചിട്ടുള്ള ആഹാരാദികളൊക്കെ കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 6 മാസമാണോ അറിയില്ല, പേപ്പറിൽ ഞാനൊരു ന്യൂസ് വായിച്ചത്. ഞാൻ ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോൾ ഒരു കുട്ടി എന്തോ കഴിച്ചിട്ട് ഫുഡ് പോയിസണായിട്ട് കേരളത്തിൽ മരിച്ചൊരു, എന്താ അതിൻ്റെ പേര്, ഷവർമവോ, നിങ്ങൾ ആ ന്യൂസൊന്നും മറന്നിട്ടില്ല. ഷവർമ, ഈ സാധനങ്ങളൊക്കെ, ഇതൊക്കെ കഴിച്ച് എത്ര മാരക രോഗങ്ങൾ. എന്നിട്ട് ഉള്ള കാശ് മുഴുവൻ പാവം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. മനസ്സിലായില്ലേ? ഞാനൊന്ന് എൻ്റെ അനുഭവത്തിൽ നിങ്ങളോട് പറയാം. കുട്ടികൾക്കൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണത് കഴിയുന്നത്ര മുളക് ഇല്ലാതെ, കുറയുന്നതും പുളിയില്ലാതെ, അതുപോലെ തന്നെ ഈ തരത്തിലുള്ള നോൺ വെജുകളൊക്കെ കഴിയുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഒരു സാത്വിക ഫുഡ്. അതെന്തുകൊണ്ടാണ് കുട്ടികൾ അതിലേക്ക് ആകർഷിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് ശരിയല്ലാത്ത അമ്മമാരാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു ടെൻഷനുള്ള മനസ്സോടുകൂടി ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്
രുചി ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എത്ര റിലാക്സ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്നോ അത്രയും അതിനൊരു ടേസ്റ്റ് കൂടും. നിങ്ങൾക്കതിങ്ങനെ ടേസ്റ്റ് ഉള്ളതാക്കി തീർക്കാനുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോൾ അത് കഴിക്കുന്ന ആൾക്ക് വേറെ എവിടെയും പോയി കഴിക്കാൻ തോന്നില്ല. പണ്ടൊക്കെ കുട്ടികൾക്ക് ഹോട്ടലിൽ പോയി കഴിക്കാൻ തോന്നില്ലായിരുന്നു. കാരണം ഹോട്ടലിലുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ മനസ്സിലായില്ലേ, പണ്ടത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ തരുന്നത് എന്നുള്ളത്. ഒരാൾ എന്താ പറയുക, ചായയ്ക്ക് ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഈച്ച വീണിരിക്കുന്നു. അത് അടുക്കളയിൽ വെച്ചിട്ടാണ് വീണതെങ്കിൽ എന്തു ചെയ്യും? ആരും കാണാതെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചപ്പോൾ ഈച്ച കിടക്കണം. പറഞ്ഞു, ചായയിലാണോ ഈച്ച എന്ന് വെച്ചു. ഉടനെ കൊടുക്കുന്നവൻ പറയാം, പിന്നെ 2 രൂപയുടെ ചായയിൽ ഈച്ചയല്ലാതെ ആനയെ പിടിച്ചിടാൻ പറ്റുമോ സാറിന്? അവർക്ക് ഈച്ച എന്നുള്ളത് വിഷയമല്ല കാര്യം. അപ്പം ഇങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് വാക്കുകളുടെ കാര്യത്തിൽ നാം മറ്റുള്ളവരോട് നമ്മുടെ വേദനകളും വിഷമങ്ങളും പറയും തോറും നിങ്ങളൊരു ശത്രുവിനെ സൃഷ്ടിക്കുകയാണ്, നിങ്ങൾ ഒരു അകൽച്ച സൃഷ്ടിക്കുകയാണ്. അപ്പം കഴിയുന്നതും നമ്മുടെ വേദനകളും ദുഃഖങ്ങളും വേറൊരാളോട് പറയാൻ നമ്മുടെ അനുവദിക്കും. പിന്നെ ആരോട് സ്വാമി പറയും? കണ്ണാടിയിൽ നോക്കി പറയുക. ആരോട് പറയും? ആരോട് പറയും? ഭഗവാനോട് പറയേ. ഏത് ഭഗവാൻ ഇത് കേൾക്കാനിരിക്കുന്നു? അങ്ങനെ നിങ്ങൾ വെച്ചിരിക്കുന്നു അമ്പലത്തിൽ പോയി, കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ വിഷമം കേൾക്കുമെന്ന്. അങ്ങനെ വിഷമം കേൾക്കാൻ അവിടെ ഒരു ഗുരുവായൂരപ്പൻ പുറത്ത് ഇല്ല. അപ്പം പിന്നെ ആരോട് പറയും? അത് പറയല്ല, അത് ചിന്തിക്കാൻ ആരെ അനുവദിക്കരുത്? മനസ്സനുവദിക്കരുത്. അപ്പം അവിടെയാണ് നിങ്ങൾ ഈ നാമജപമൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുക. എന്തെങ്കിലും വിഷമം വന്നാൽ ഒരു പ്രതിജ്ഞ ചെയ്യുക. എന്ത്? ഞാൻ ഇനി കുറച്ച് നേരത്തേക്ക് നാമം ജപിക്കുന്നു. ആ സമയത്ത് നാമം ജപിക്കില്ല പലരും. എൻ്റെ അടുത്തൊക്കെ പലരും വന്നിട്ട് കരയും, സ്വാമി അങ്ങനെയാണ് പ്രശ്നം, ഇവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയും, ഒരു 5 മിനിറ്റ് ഹരേ രാമ ഹരേ രാമ. അത് ചൊല്ലില്ല, അത് ചൊല്ലാൻ പറ്റില്ല. ഇത് പറയാൻ വേണമെങ്കിൽ അവിടെ ശരിയില്ല, ഇവിടെ ശരിയില്ല, അവൾ ശരിയില്ല, ഇവൻ ശരിയില്ല, കാല് ശരിയില്ല, മറ്റേ ശരിയില്ല, ഇവരേ ശരിയില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആരോടെങ്കിലും ഇത് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ മുന്നിൽ ഒരാൾ വിഷമം പറഞ്ഞു വരികയാണ്, മകൻ ശരിയില്ല, നോക്കൂ, ഒരു 2 മിനിറ്റ് ഒരു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഒന്ന് ചൊല്ലുമെന്ന്. അവർ പറയും, വൃത്തികെട്ട സ്ത്രീ, ഹരേ രാമ ചൊല്ലാൻ അവളാരാ എന്നോട് പറയും? അതെന്നേ പറയുള്ളൂ. ആ സമയത്ത് ഒരു ദൈവീക നാമവും അവരുടെ നാവിൽ വരില്ല. പിന്നെന്ത് നാമമാണ് നിങ്ങൾ പറയുന്നത്? മനസ്സിലായില്ലേ നിങ്ങൾ? ഇവിടെയൊക്കെയാണ് നമുക്ക് തിരിച്ചറിവ് വേണ്ടത്. നിങ്ങൾക്കൊരു ശത്രുവിനെ വേണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിഷമം ആരോടും പറഞ്ഞ് സമയം കളയരുത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 5-ാമത്തതാണ് വണ്ട്. ഇപ്പം ആരൊക്കെ? ആനയായി, അണ്ണാനായി, അണ്ണാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പാറ്റയായി, മത്സ്യമായി, മാനായി. ഇനി 5-ാമത്തതാണ് വണ്ട്. വിടർന്ന താമരപ്പൂവിൽ ചെന്നിരിക്കുന്നു വണ്ട്. അതിൻ്റെ രസം അനുഭവിച്ചിരുന്നിരുന്നിരുന്ന് വൈകുന്നേരമാകുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ താമര കൂടി പാവം വണ്ട് അതിൽപ്പെട്ട് ചത്തുപോകുന്നു. ഇതേപോലെയാണ് പലരും ഒരു കുടുംബജീവിതത്തിൻ്റെ സുഖത്തിൽ അങ്ങനെ ഇരുന്നിരുന്ന് ഒരു ദിവസം അവരറിയാതെ മരണം അവരെ കൊണ്ടുപോകുന്നു. ഈ മരണം കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ആരെ ഉയർത്തണം? മനസ്സിനെ ഉയർത്തിയിട്ടില്ലെങ്കിൽ ഇനിയൊരു ജന്മം എങ്ങനെയാകും വരിക എന്ന് പറയാൻ സാധ്യമല്ല. അപ്പം ഇതൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ ഉദ്ധവരോട് പറയുകയാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായൊരു സിദ്ധാന്തം മനസ്സിലാക്കേണ്ടത്, മനപ്പരം കാരണമാമനന്തി. ഒരാളെ മാനസികമായി തളർത്തുന്നത് മുഴുവൻ അവരുടെ മനസ്സാണെന്ന് തിരിച്ചറിഞ്ഞ് ഉദ്ധവരെ ഈ മനസ്സിനെ നമ്മൾ പരിവർത്തനം ചെയ്യണം. അപ്പം എങ്ങനെയാണ് ഈ മനസ്സിനെ പരിവർത്തനം ചെയ്തെടുക്കേണ്ടത്? അതിന് പറഞ്ഞു കൊടുക്കണു. ആദ്യം തന്നെ ഉദ്ധവരെ അങ്ങ് ജ്ഞാനം ഉള്ളവനായിത്തീരുക, സത്സംഗങ്ങളിലേക്ക് പോവുക. നമ്മുടെ ഋഷിമാരൊക്കെ നമ്മളോട് പറയുന്നത് ശ്രവണം മുഖ്യധർമ്മം എന്നാണ്. ശ്രവണം എന്ന് പറഞ്ഞാൽ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കപ്പം. നിങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുള്ളത് ഇത് കേൾക്കാനാണല്ലോ വന്നത്. ഇതേപോലെ നമ്മൾ കേൾക്കണം, കേട്ട് ഉറപ്പിക്കണം. മനസ്സും ശരീരവും രണ്ടാണെന്നും ശരീരം പഞ്ചഭൂതത്തിലേക്ക് ചേരും, മനസ്സ് ആരിലേക്ക് ചേരണം? പരമാത്മാവിലേക്ക് ചേരേണ്ടതാണെന്നും എനിക്ക് അങ്ങനെ ഒരു കർത്തവ്യം കൂടെ എൻ്റെ ജീവിതത്തിൽ, ലക്ഷ്യം കൂടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. എൻ്റെ മനസ്സിനെ
പരമാത്മാവിലേക്ക് ഉയർത്തിയെടുക്കാൻ, ഇതുകൂടെ നേടിയെടുത്തിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. ഒരു ദൃഢമായൊരു മനസ്സിൽ ഉറപ്പ്. അതെങ്ങനെ നേടിയെടുക്കും? അതിന് ഞാൻ നിരന്തരം ധ്യാനം പരിശീലിച്ചിരിക്കും. അങ്ങനെ ഒരു മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ ധ്യാനവും പരിശീലിച്ച് സന്തോഷവും കൊടുത്ത് സന്തോഷമായി ജീവിച്ച് ഈ ജീവിതം മുന്നോട്ട് നയിക്കണം. ഉദ്ധവർക്കത് പറഞ്ഞു കൊടുക്കുകയാണ് ആ ഭഗവാൻ ടെക്നിക്ക്. അപ്പോൾ ഉദ്ധവർ ചോദിക്കുകയാണ് ചില ചോദ്യങ്ങളൊക്കെ കൃഷ്ണനോട്. ഭഗവാനെ, എങ്ങനെയാണ് നമ്മൾ ധ്യാനം ചെയ്യേണ്ടതെന്ന്. ഉടനെ ഭഗവാൻ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നിവർന്നിരുന്ന് പ്രാണായാമം ചെയ്ത് കണ്ണടച്ച് മനസ്സിൻ്റെ ശ്രദ്ധ തുടക്കത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്ന് ആ പാദത്തിൽ അർപ്പിച്ച് കുറച്ചു നേരം മറ്റെല്ലാ ചിന്തകളും വിട്ട് ഒരു പോസിറ്റീവ് ചിന്തയിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. അങ്ങനെ ഒരു പോസിറ്റീവ് ചിന്തയിലേക്ക് മനസ്സിനെ കൊണ്ടുവന്ന് ഒരു ക്രമേണ നമ്മളിലൊരു പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഉദ്ധവരെ. നമ്മൾ അതിനു വേണ്ടിയുള്ളൊരു സെറ്റപ്പ് നിങ്ങളൊക്കെ ഉണ്ടാക്കണം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ അങ്ങനെ പരിശീലിക്കൂ. 5:30 എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എണീറ്റിരിക്കണം. പുൽപ്പായോ പായോ നിലത്ത് വിരിച്ചിട്ടേക്കണം. നിങ്ങളൊരു ഭാഗത്തിരിക്കുക, മറ്റുള്ളവരോടും എണീക്കാൻ പറയുക, അവരും വന്നിരിക്കട്ടെ. എല്ലാ വീട്ടിലും അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടെന്ന് ഇരിക്കുക. രാവിലെ 5:30 എല്ലാവരും എണീക്കണു, കുറച്ച് നേരം കാലും കൈയും ഒക്കെ കഴുകി ധ്യാനത്തിലിരിക്കണം ഒരു 10 മിനിറ്റ് നേരം. അത് കഴിഞ്ഞ് കാപ്പി കഴിയണം. നിങ്ങൾ നോക്കൂ, ആ വീട്ടിൽ ഉള്ള സ്നേഹം പുറത്തെവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വലിയൊരു സ്നേഹബന്ധം ആ വീട്ടിൽ. കാരണം ഒരു പോസിറ്റീവ് എനർജി ആ വീട്ടിൽ വരുംതോറും, പോസിറ്റീവ് എനർജി വരുംതോറും നെഗറ്റീവ് എനർജി അവിടെ നിന്നും പോകും. ഈ സ്നേഹം വരുന്നത് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് കൂടുമ്പോഴാണ്. സ്നേഹം വരാതിരിക്കുന്നതിന് കാരണം പരസ്പരമുള്ളൊരു എന്താ പറയുക, ഒരു മാനസികമായ യോജിപ്പ് ഇല്ലാതെ വരുമ്പോഴാണ്. നമ്മൾ ധ്യാനിക്കും തോറും എന്ത് സംഭവിക്കും? വിട്ടുവീഴ്ചകൾ ചെയ്യും. പിടിവാശികളൊക്കെ നിങ്ങൾ വിടും. മറ്റൊരാൾ പറയുന്നതിനെ നിങ്ങൾ ഉൾക്കൊള്ളും. ഒരാൾ വിമർശിച്ചാൽ പോലും നിങ്ങളതിനെ ലൈറ്റായിട്ടെടുക്കും. നിങ്ങളതിനെ സീരിയസ് ആയിട്ട് എടുക്കില്ല. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു വാക്കുകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സീരിയസ് ആയിട്ടെടുത്ത് ചീത്ത പറഞ്ഞു, അങ്ങോട്ട് ചീത്ത പറഞ്ഞു, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞു. അപ്പോഴാണ് ആ കുടുംബ ബന്ധത്തിൽ ശാരീരികമായി എല്ലാവരും വീട്ടിലുണ്ടാവും, പക്ഷെ മാനസികമായി വളരെ അകന്നിരിക്കും. പലപ്പോഴും ഭാര്യയും ഭർത്താവും ഒരേ കിടക്കയിലാവും കിടക്കുന്നുണ്ടാവുക, പക്ഷെ മെൻ്റലി രണ്ടുപേരും 2 ലോകത്തിലായിരിക്കും. എന്ത് കാര്യമുണ്ട് 2 ശരീരം അടുത്ത് കിടന്നത് കൊണ്ട്? മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പം മാനസികമായൊരു യോജിപ്പുണ്ടാവാൻ, ഐക്യമുണ്ടാക്കാൻ, മനസ്സുകളെ യോജിപ്പിക്കാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ധ്യാനം. എന്തുകൊണ്ടാണ് അതിലൂടെ മനസ്സ് യോജിക്കുന്നത്? കാരണം 2 മനസ്സുകളുടെയും ആശ്രയം, 2 മനസ്സുകളെയും ചേർത്തിരിക്കുന്ന നൂല്, മനസ്സിലായില്ല? മനസ്സുകൾ വ്യത്യസ്തമാണെങ്കിലും അതിനെ കോർത്തിരിക്കുന്ന, പൂക്കൾ വ്യത്യസ്തമാണെങ്കിലും അതിനെ കോർത്തിരിക്കുന്ന നൂല് ഒന്നാണ്. കൃഷ്ണൻ പറഞ്ഞ ഈ ഉദാഹരണം മറക്കരുത്. മത്തപ്പരതരം നാണ്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണികണ ഇവ. എന്താ പറഞ്ഞിരിക്കുന്നത്? വ്യത്യസ്ത പൂക്കളെ കോർത്തിരിക്കുന്ന നൂല് എല്ലാറ്റിലും ഒന്നാണ്. ഇതേപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ, എല്ലാവരും ഒരു ധ്യാനത്തിൻ്റെ സംസ്കാരം ആരംഭിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ വേണം അതിന് നേതൃത്വം കൊടുക്കാൻ. കൃഷ്ണൻ പറഞ്ഞതിനെ നിങ്ങൾ ചെയ്യൂ. കൃഷ്ണൻ നമ്മളോട് പറഞ്ഞത് ഒരു പൂജാമുറിയിൽ എന്താ പറയുക, ഒരു പൂജാമുറിയിൽ ഒരു ചന്ദനത്തിരി കാണിക്കാനും ഒരു വിളക്ക് കൊളുത്താനും അല്ല കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ദിവസവും രാവിലെ കുറച്ചു നേരം ധ്യാനിക്കാനാണ് കൃഷ്ണൻ പറഞ്ഞത്. ധ്യാനേന ആത്മനി പശ്യന്തി. ധ്യാനത്തിലൂടെ മാത്രമേ ആത്മശക്തി ഉണർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? പറയൂ, ധ്യാനിക്കണം. അപ്പം അതിനുള്ളൊരു സെറ്റപ്പ് നിങ്ങളുടെ വീട്ടിലുണ്ടാവണം. അപ്പോഴാണ് ആ വീടിനെ ആശ്രമം എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ആ വീട് കൊണ്ട് എന്ത് പ്രയോജനം? ഒരു വീട് കെട്ടി കിടന്നുറങ്ങാനൊരു മാത്രമായിട്ടൊരു വീട് കെട്ടേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരു വീട് നമുക്കൊരു ആശ്രമമായി മാറണം. എന്ന് വെച്ചാൽ ആ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ മാനസികമായി ഉയരണം. അല്ലെങ്കിൽ നോക്കൂ, എന്ത് കാര്യമുണ്ട് ഒരു വീട് കെട്ടിയിട്ട്? ഇവിടം കൊണ്ട് ഈ നാടകം തീരില്ല. നിങ്ങൾ വിചാരിക്കരുത് മനസ്സ് ഈ ഒരു ജീവിതത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നുള്ളത്. മനസ്സിനെ സംബന്ധിച്ച് അതിന് ആരംഭവുമില്ല, അതിന് അവസാനവുമില്ല. അതിനുള്ളത് ഒന്ന് മാത്രം. ഒരു തിരമാലയെ സംബന്ധിച്ച്
ആരംഭവും അവസാനവും യഥാർത്ഥത്തിൽ അതിനില്ല. അത് ആരംഭിക്കുകയല്ല ചെയ്യുന്നത്, അത് കടലിൽ നിന്നും നേരത്തെ കടലിലുണ്ട്, അത് ഉണ്ടോ, ആ കടലിൽ നിന്നും അത് പുറത്തേക്ക് വരുന്നു, കുറച്ചു നേരം നിൽക്കുന്നു, വീണ്ടും അത് കടലിലേക്ക് തിരിച്ചു പോകുന്ന പോലെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുണ്ടല്ലോ, അത് നേരത്തെ തന്നെ പരമാത്മാവിലുണ്ട്. ഇപ്പോൾ അത് പരമാത്മാവിൽ നിന്നും ലോകചിന്തയിലേക്ക് ആകർഷിച്ച് മാറിയിരിക്കുന്നു, ഒരു തിരമാല കരയിലേക്ക് കയറിയിരിക്കുന്ന പോലെ. ഇനി വീണ്ടും നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ അത് ആരിലേക്ക് തന്നെ, പരമാത്മാവിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പം മുമ്പും നമ്മളുണ്ട്, ഇപ്പോഴുമുണ്ട്, എന്നുമുണ്ട്. അപ്പോൾ ഇവിടം കൊണ്ട് തീരുന്നില്ല നാടകം, ഉണ്ടോ? ഇനി നമ്മൾ അതിലേക്ക് ലയിച്ചിട്ടില്ലെങ്കിലോ ഭഗവാൻ പറയുന്നു പുനരാവർത്തി, വീണ്ടും അതിന് എന്തുണ്ട്, ആവർത്തിക്കപ്പെടേണ്ടതുണ്ട്. ഇത് ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു, ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കയറി, കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും ഇറങ്ങി വേറൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ കയറി, കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും ഇറങ്ങി വേറൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ കയറി, അവിടെ നിന്നും ഇറങ്ങി. ഇങ്ങനെ എത്ര നിങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും? അല്ലെങ്കിൽ ഏതുവരെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും? സ്വന്തം വീടെത്തുന്നത് വരെ. ഇതേപോലെ പരമാത്മാവിലെത്തുന്നത് വരെ പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനം, പുനരഭിമരണം. ഇതിങ്ങനെ വന്നും പോയും വന്നും പോയും. ഇതേ മനസ്സ്. ഇപ്പം ഈ മനസ്സ് തന്നെ മതിയോ നിങ്ങൾക്ക്? കുറേയും കൂടി ഉയർന്ന മനസ്സ് വേണോ? വേണോ? വളരെ സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ മനസ്സ് വേണോ? എങ്കിൽ അത് നാം ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് വേറെ ഒരാൾക്കും നിങ്ങൾക്ക് തരാൻ സാധ്യമല്ല. നിങ്ങൾ പറയാ ഒരു സന്തോഷമുള്ളൊരു മനസ്സ് തരൂ പറഞ്ഞാൽ, പണ്ടൊരു രാജാവിന് സന്തോഷമില്ല. രാജാവ് മന്ത്രിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സന്തോഷമില്ല, വീട്ടിൽ കുടുംബജീവിതത്തിൽ സന്തോഷമില്ല. അപ്പം അവരൊരു സന്യാസി വരിനെ പിടിച്ചുകൊണ്ട് വന്നു. സന്യാസി പറഞ്ഞു, രാജൻ, അങ്ങക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, സന്തോഷമുള്ള ഒരാളുടെ ഷർട്ട് ഇട്ടാൽ മതിയെന്നു. എവിടെ ഈ സന്തോഷമുള്ള ഒരാളുടെ ഷർട്ട്? അതിൻ്റെ ഇടയ്ക്ക് മന്ത്രി ഷർട്ട് കൊണ്ടുവന്നു. രാജാവ് അതിട്ട് നോക്കിയിട്ട് സന്തോഷമില്ല. രാജാവിന് കലി വന്നു, ഈ ഷർട്ട് ഇട്ടിട്ട് സന്തോഷമില്ലല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞു, അത് സന്തോഷമുള്ള ആളുടെ ഷർട്ടല്ല, സന്തോഷം എന്ന് പറഞ്ഞൊരാളുടെ ഷർട്ടാണ്. പറഞ്ഞു, അതല്ല വേണ്ടത്, സന്തോഷിൻ്റെ ഷർട്ടല്ല വേണ്ടത്. ഏത് വേണം? മന്ത്രിമാരെ തിരയാൻ തുടങ്ങി. പാലക്കാട് തിരഞ്ഞു, നൂറിണിയിൽ പോയി, കൽപ്പാത്തി പോയി, വടക്കന്തറയിൽ പോയി, മണപ്പുള്ളിയിൽ വന്നു. എല്ലാ സ്ഥലങ്ങളിലും തപ്പി തപ്പി എല്ലാ സ്ഥലങ്ങളിലും നോക്കിയിട്ടും നല്ല സന്തോഷമുള്ള ഒരാളെ കണ്ടുകിട്ടിയില്ല. അവർക്കൊക്കെ സന്തോഷമുണ്ട്, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളോടൊക്കെ അങ്ങനെയല്ലേ, വഴിയിൽ വെച്ച് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെന്താ ചോദിക്കുക? എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കും, അല്ലേ? എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കും. അപ്പോൾ നന്നായി പോണുട്ടോ പാലക്കാട്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്നാലും പോണു, കാര്യങ്ങൾ വിഷമാണ്. ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ശരീരത്തിന് വിഷമോ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വഴിയിൽ പറയാൻ. ഉണ്ടാവൂല്ലയോ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പറയും ഒരു വിഷമവും ഇല്ല എന്നുള്ളൊരു വിഷമമുണ്ട് എന്ന്. അതും വിഷമാണ് ചിലർക്ക്. ഏതായാലും അതൊക്കെ ഇങ്ങനെ ദൈവത്തിന് സന്തോഷമുള്ള ഒരാളെ അന്വേഷിച്ച് പിടികിട്ടില്ല. അവസാനം ഒരാളെ കണ്ടുകിട്ടി, സന്തോഷമുള്ള ഒരാളെ. അയാൾ പരമ സന്തോഷത്തിലാണ്. ആദ്യം വട്ടാന്ന് വിചാരിച്ചു, ഇപ്പോൾ വട്ടല്ല, ബോധമുണ്ട് നല്ലവണ്ണം. വളരെ സന്തോഷത്തിൽ, എന്ത് കിട്ടിയാലും സന്തോഷം, എന്ത് പറഞ്ഞാലും സന്തോഷം. അപ്പോൾ ഇവർക്ക് തോന്നി ഇദ്ദേഹത്തിൻ്റെ ഷർട്ട് എടുത്ത് കൊണ്ടുപോകാൻ. ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി രാജാവിൻ്റെ അടുത്ത്. രാജാവിനോട് ഇത്ര സന്തോഷമുള്ള ഒരാളില്ല എന്ന്. രാജാവ് അദ്ദേഹത്തിന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ഷർട്ട് ഒന്ന് എനിക്ക് കിട്ടിയാൽ. അപ്പോൾ ഇദ്ദേഹം ഡാൻസ് കളിക്കാൻ തുടങ്ങി രാജാവിൻ്റെ മുന്നിൽ. രാജാവ് ചോദിച്ചു, എന്ത് പറ്റി അങ്ങക്ക്? എനിക്ക് ഷർട്ടില്ല, അതിനെ എൻ്റെ സന്തോഷം എന്താ? അപ്പം മറ്റൊരാളുടെ ഷർട്ട് ഇട്ടത് കൊണ്ട് നമുക്കൊരിക്കലും എന്ത് വരില്ല? സന്തോഷം വരില്ല. മനസ്സിലായില്ലേ? ആളുകളുടെ ബുദ്ധി നോക്കൂ നിങ്ങൾ. ഒരാൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് താഴെ നോക്കുമ്പം 500 നോട്ട് വീണ് കിടക്കണം. ഇയാളത് പതുക്കെ കാലുകൊണ്ട് പൊക്കി 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 കയ്യിലെടുക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളൊരു കുത്തുകുത്തിയിട്ട് പറഞ്ഞു, ഞാൻ കണ്ടു എന്ന്, ഞാൻ പറയുന്നു. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ 2 500 നോട്ടാണ്. പറഞ്ഞു 50-50. അയാൾക്കും 500 ഇയാൾക്കും 500 കൊടുത്തത്. 2 പേരും 500 500 പങ്കുവെച്ചു.
പൈസ കിട്ടിയ ആൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. വളരെ സന്തോഷമല്ല, 500 ഫ്രീ രാവിലെ തന്നെ കിട്ടിയിരിക്കുകയാണ്. അതും കഴിഞ്ഞ് ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ ആൾ പോക്കറ്റിൽ കൈയിട്ട് നോക്കുമ്പോഴാണ് മനസ്സിലായത് വീണ 1000 അയാളുടെ തന്നെയായിരുന്നു എന്നുള്ളത്. സ്വന്തം പൈസ കള്ളനെ പോലെ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്നിട്ട് അത് 500 പോവുകയും ചെയ്തു. മനസ്സിലായില്ലേ? ഇതാണ് മനസ്സ്. ഇങ്ങനെ മനസ്സിനെ സംബന്ധിച്ച് അത് മറ്റുള്ളവരിലൂടെ ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ അതിന് സാധ്യമല്ല. അപ്പം നമ്മൾ ഭഗവാൻ പറയുന്നു, ദിവസവും കുറച്ചു നേരം ഇരുന്ന് ധ്യാനിക്കൂ. നിങ്ങളൊക്കെ ധ്യാനിക്കണേ. ഇന്ന് മുതൽ പ്രതിജ്ഞ വെക്കണം, 5:30 മണിക്ക് ഞാൻ എണീറ്റിരിക്കും, എൻ്റെ വീട്ടിൽ ഞാൻ ധ്യാനിച്ചിരിക്കും. അപ്പം നിങ്ങൾ ഉറങ്ങിപ്പോവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. CD എന്തെങ്കിലും വെക്കൂ, ഗീതയോ എന്തെങ്കിലും ഒരു നല്ല CD അതൊക്കെ വെച്ച് രാവിലെ തന്നെ 10 മിനിറ്റ് നോക്കൂ. നിങ്ങൾ 10 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ ഒരു കുറച്ചുകൂടി ബൂസ്റ്റും ഹോർലിക്സൊക്കെ കഴിക്കാതെ തന്നെ ഒരു ഉണർവ് വന്ന പോലെ, എന്ത് കാര്യവും നിങ്ങൾക്ക് ഒരു തൻ്റെ ഇടമുള്ള പോലെ തോന്നും. വേണ്ടതാണോ ഇത്? വേണ്ടതാണോ? അതിന് പകരം രാവിലെ തന്നെ കൃഷ്ണന് ചന്ദനത്തിരി കാണിച്ച് കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തിരീക്ഷിക്കണേ കേ എന്ന് പറഞ്ഞ് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയാണ് നന്നാവാൻ പോകുന്നത്? മനസ്സിലാവും. കൃഷ്ണൻ ഇതൊന്നും നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഇപ്രകാരം ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഉദ്ധവർക്ക് മനസ്സിലായി, ശരിയാണ്, ജീവിതത്തെ പരിവർത്തനം വരുത്തിയെടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? തനിക്ക് തന്നെയാണ്. ഒരു കൃഷ്ണനും എന്നെ വിട്ടുപിരിഞ്ഞു പോകുന്നില്ല. വാസ്തവത്തിൽ ആർക്കും ആരെയും വിട്ടുപിരിഞ്ഞു പോവാൻ സാധ്യമല്ല. ഒരു മനസ്സ് ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞാൽ ആ മനസ്സ് വേറൊരു ശരീരത്തിലേക്ക്. എല്ലാവരും അൾട്ടിമേറ്റ്ലി എത്തിച്ചേരേണ്ടത്, പറഞ്ഞ പോലെ എല്ലാ നദികളും അവസാനം എത്തിച്ചേരുന്നത് ഒരുപക്ഷെ കൽപ്പാത്തിയിലൂടെ ഒഴുകിപ്പോകുന്ന നദിയായിരിക്കാം, യാക്കരയിലൂടെ ഒഴുകിപ്പോകുന്ന നദിയായിരിക്കാം, അത് എന്താ പറയുക, ഏതൊക്കെ സ്ഥലങ്ങളിൽ ഓൾ ഇൻ വേൾഡിൽ തന്നെ ഒഴുകുന്ന നദിയായാലും അൾട്ടിമേറ്റ്ലി എല്ലാം എത്തിച്ചേരുന്നത് യഥാ ഗച്ഛന്തി സാഗരം. എങ്ങോട്ടാണ്? ഒരേ കടലിലേക്ക് എത്തുന്നത്. ഇതുപോലെ എല്ലാ മനസ്സുകളും അവസാനം എത്തിച്ചേരേണ്ടത് ഒരേ പരമാത്മാവിലേക്കാണ്, അല്ലേ? എത്രയോ നിങ്ങൾ കടൽ തീരത്ത് നിന്ന് നോക്കൂ, അനവധി തിരമാലകൾ ഇങ്ങനെ പൊങ്ങി വരും. എല്ലാ തിരമാലയും അവസാനം എത്തിച്ചേരുന്നത് ഒരേ കടലിലേക്കാണ്. ആണോ അല്ലയോ? ഇതേപോലെ എല്ലാ മനസ്സുകളും ആരിലേക്കാണ് പോവേണ്ടത്? അപ്പം പിന്നെ നമ്മൾ ഏത് മനസ്സിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കും? മറ്റൊരു മനസ്സിനെക്കുറിച്ച് ഓർത്തിച്ച് ദുഃഖിക്കുകയും വിഷമിക്കുകയാണോ വേണ്ടത്? സ്വയം മനസ്സിനെ ഉയർത്തുകയാണോ വേണ്ടത്? ഈ ഒരു ബോധം ഉദ്ധവർക്ക് വന്നതും ഉദ്ധവർ പാദത്തിൽ വീണിട്ട് പറഞ്ഞു, ഇനി എനിക്കൊരു അപേക്ഷയുള്ളൂ. നേരത്തെ കരഞ്ഞ ഉദ്ധവരാണ്. ഇപ്പം അദ്ദേഹം പറയണത്, നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാതിമം യഥാത്വൽ ചരണാംബോജേ രതിസ്യാലനപായിനി നമോസ്തുതേ മഹായോഗിൻ. എൻ്റെ പരമാത്മാവായ കൃഷ്ണൻ, എനിക്ക് ഒരേ ഒരു അപേക്ഷയുള്ളൂ, ഇനി ഒരേ ഒരു ആഗ്രഹം, എൻ്റെ മനസ്സൊരിക്കലും പരമാത്മാവിൽ നിന്നും ഇളകിപ്പോകരുത്. അത്ര ഉറപ്പിക്കണം. അതുകൊണ്ട് പറയൂ, ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഇത് കേട്ടതും ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞു, ഉദ്ധവരെ, ഇനി ഇവിടെ നിൽക്കണ്ട, അങ്ങേക്ക് പറ്റിയൊരു സ്ഥലം ഞാൻ പറഞ്ഞു തരാം, അങ്ങ് ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഉദ്ധവരെ അവിടെ നിന്നും നേരെ പറഞ്ഞയക്കുന്നു. എങ്ങോട്ടാണ് പറഞ്ഞയക്കുന്നത് ഭഗവാൻ?